അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ ഫസ്റ്റ് വ്ളോഗിലോട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു ചാനലിൽ എൻ്റെ ഫാമിലി ഫുള്ള് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ആൾക്കാരെ ഒന്നും കിട്ടിയിട്ടില്ല. ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിന്നി മാഞ്ഞ് പോകുന്നുണ്ട്. ഞങ്ങൾ ഈ തലേ തുണിയിട്ട് പോകുന്നത് എങ്ങോട്ടാണെന്നറിയാമോ? ഞങ്ങൾ പോകുന്നത് കൊന്നപ്പൂ വെച്ചാണ് കേട്ടോ. ഞങ്ങൾ ഇത്രയും പേര് പോകുന്നതിൻ്റെ കാരണം എന്താണെന്നറിയോ? കൊന്ന അത് ഒരു ഒന്നൊന്നര കൊന്നയാണ്. സൈക്കോ പൂ എന്ന് പറഞ്ഞാൽ എല്ലാവരും സൈക്കോ പൂ പോകുന്ന പറയുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെയാണ്. ഗ്രാം കൊമ്പത്തിരിക്കുന്ന പൂവൊക്കെ ഞങ്ങൾ കഷ്ടപ്പെട്ട് പിച്ച് എന്നാലും നല്ലൊരു പിടി പൂ ഞങ്ങൾക്കും കിട്ടി. അവിടെ ഉള്ളവർക്കും കൊടുത്ത് ഞങ്ങളുടെ മാമനും മമ്മിയുടെ വീടാ കേട്ടോ. അതുകൊണ്ട് കുഴപ്പമില്ല, നമ്മൾ എല്ലാവരും കമ്പനി അടിച്ച് നമ്മൾ കൊന്നപ്പൂ പിച്ച്. ഈ മുഖം തിരിക്കുന്നതൊക്കെ എൻ്റെ അനിയത്തിമാരാട്ടോ. ഹായ്, അപ്പോൾ വിഷു പർച്ചേസ് സംഭവം നടത്താൻ പോവാണ്. അപ്പോൾ എന്തൊക്കെയോ സാധനം മേടിക്കാൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണെന്നൊന്നും ഉൾപ്പെടുത്തില്ല. നാളത്തേക്ക് സദ്യക്കും വേണ്ട സാധനങ്ങളെല്ലാം വേണം. അപ്പോൾ വൈകിട്ടാട്ടോ ഇറങ്ങുന്നത്. രാവിലെ നമ്മൾ കൊന്നപ്പൂ പറിക്കാനൊക്കെ പോയി. എൻ്റെ കുറച്ച് വിഷ്വൽസ് എടുത്തുള്ളൂ, കാരണം ബാക്കി വിഷ്വൽസ് എടുക്കാൻ സമ്മതിച്ചിട്ട് രണ്ടെണ്ണം ഭയങ്കര വെള്ളമായിരുന്നു. രണ്ടുപേരും ഇപ്പോൾ ഉറങ്ങിയിട്ടുണ്ട്. ആ ഒരു സമയത്താണ് നമ്മളിപ്പോൾ ഇറങ്ങുന്നത്. അപ്പോൾ പോയിട്ട് വരാം. എന്താ റോഡിൽ വെച്ച് എനിക്ക് കാര്യം പറയാൻ പറ്റത്തില്ല. അത്യാവശ്യം വീഡിയോ എടുത്തിട്ട് എനിക്ക് കിട്ടിയില്ലെങ്കിൽ സത്യം ഞാൻ ഇവിടെ വന്നിട്ട് സാധനം എന്താണെന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് പോവാം. ഇനി നിന്ന് കഴിഞ്ഞാൽ മത്തങ്ങയും വെള്ളരിക്കയൊക്കെ തീർന്നു. ഓക്കെ, ബൈ. ആദ്യം സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ നിന്നാട്ടോ. നമുക്ക് കുറച്ച് ഗ്രോസറീസ് ഒക്കെ മേടിക്കാനായിരുന്നു. അതിനുശേഷം ഞാൻ പോയത് കൃഷ്ണൻ്റെ അടുത്തോട്ടാണ്. കൃഷ്ണന്മാരൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ വീട്ടിലുള്ള കൃഷ്ണനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു. എൻ്റെ വണ്ടി കണ്ടോ കഴിച്ചു. എനിക്ക് സാധനങ്ങളൊക്കെ മേടിച്ച് വണ്ടിയിൽ നിറയാൻ ഇനി ഒരു സ്ഥലമില്ല. എല്ലായിടത്തും സാധനമാണ്. ഇതിൻ്റെ സീറ്റിൻ്റെ അടിയിൽ പോലെ സാധനമാണ്. വെയിൽ കൊണ്ട് ക്ഷീണിച്ചാൽ ഒരു നാരങ്ങ വെള്ളം കുടിച്ചിട്ടാണ് ഞാൻ വീട്ടിലോട്ട് കയറി. എങ്ങനെ പോയാൽ ഞാൻ എങ്ങനെ തിരിച്ചൊന്നും നോക്കി വലിയ അലച്ചിലോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിലും സംഭവം ഭാവി അൺസൈക്കബിളാണ്. പ്രത്യേകിച്ച് മാറ്റമൊന്നും. അപ്പോൾ എന്തായാലും എന്തൊക്കെ സാധനങ്ങൾ മേടിച്ചെന്നൊന്നും കണ്ടാലോ. അത് നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാം. അപ്പോൾ എന്താ സാധനങ്ങൾ മേടിച്ചെന്നൊക്കെ കണ്ടാലോ. കമോൺ ഗൈസ്. ഇതാണ് നമ്മൾ വിഷുവിന് വേണ്ടി മാത്രം പർച്ചേസ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ. എല്ലാം ഞാൻ സെപ്പറേറ്റ് മേടിച്ചാട്ടോ. കിറ്റായിട്ട് ഞാനൊന്നും മേടിച്ചില്ല. ചക്ക ഞാൻ ഇവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത്. ബാക്കിയെല്ലാമാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് അതിന് വേണ്ടി നിന്ന വിഷരം ഉണ്ടല്ലോ, അത് ഞാൻ ഉണ്ടാക്കിയത്. അതിൻ്റെ റീൽ ഞാൻ ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഒന്ന് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയണം കേട്ടോ. നമ്മുടെ ഏരിയ ആ ജനലിൻ്റെ സൈഡായിരുന്നു. അവിടെ ഞാനൊരു മുണ്ട് വെച്ച് കർട്ടൻ സെറ്റ് ചെയ്തിട്ട് സാരി വെച്ചിട്ട് ഒരു ചെറിയൊരു ഡിസൈൻ ഞാനിതൊരു വീഡിയോ കണ്ട് ഞാൻ ചെയ്തതാട്ടോ. പക്ഷേ സംഭവം എനിക്ക് അത്യാവശ്യം സക്സസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ അധികം അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകണ്ട, കുറച്ചായിട്ട് കണ്ടാൽ മതി. പിന്നെ ഉരുളി വെച്ചിട്ടുണ്ട്, സീറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ ഒരു ടീപ്പോടെ മേളിലായിട്ടോ നമ്മളിതെല്ലാം സെറ്റ് ചെയ്തത്. അപ്പോൾ മുണ്ടൊക്കെ വിരിച്ച് ഒരു പിടി അരി ഇട്ടിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. ഇതെനിക്ക് ഞങ്ങൾക്ക് അത്രയ്ക്ക് വേണ്ടപ്പെട്ട ഞങ്ങളുടെ മാമച്ചി പറഞ്ഞു തന്നതാണ്. ഞാൻ പണ്ട് ഇങ്ങനെയൊന്നും ചെയ്തില്ല. ഇതൊക്കെ പറഞ്ഞു തന്നിട്ടാണ്. കക്ഷി ഇപ്പോൾ ഇല്ല. ആളെ മനസ്സ് വിചാരിച്ചുകൊണ്ടാണ് എൻ്റെ ഈ വർക്കെല്ലാം ഞാൻ തുടങ്ങിയിട്ടുള്ളത്. കാരണം ഇത് ആളുടെ കൂടാണ് ഞാൻ ലാസ്റ്റ് ഇവിടെ ചെയ്തത്. അതിൻ്റെ ഒരു ഇതുണ്ട്. എന്നാലും ആളെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഞാൻ അതുകൊണ്ട് മനസ്സിൽ വിചാരിച്ചു തന്നെയാണ് ഞാനിത് തുടങ്ങിയത്. പിന്നെ നമ്മുടെ എല്ലാ ഫ്രൂട്ട്സും നിരത്തി, എല്ലാ സാധനങ്ങളും നിരത്തി. ഇത് അടുക്കി വെച്ച് ആ മുന്തിരിങ്ങ ഉണ്ട്. നിങ്ങൾ മുന്തിരിങ്ങയുടെ മേളിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൻ്റെ ഇടയ്ക്ക് 2-3 മുന്തിരിങ്ങകളൊക്കെ മിസ്സാണ്. കാരണം നമ്മുടെ കണ്ണ് തെറ്റി 2 വന്നെങ്കിൽ തീർത്തി നമ്മളിങ്ങനെ പറിച്ചെടുത്ത് കൊണ്ട് ഓടും. അപ്പോഴത്തേനും ഓടും. എനിക്ക് മുന്തിരിക്ക വെച്ചെന്നുണ്ട. നിങ്ങളുടെ കൈ ഉണ്ടാകുന്നുണ്ടായത് അവിടെ തുള്ളി നിൽപ്പുണ്ട് മുന്തിരിങ്ങ വെച്ചാനായിട്ട്. ഞാൻ വരട്ടി നിർത്തിയേക്കും ഞാൻ. പിന്നെ നമ്മുടെ സാധനങ്ങളൊക്കെ റെഡിയാക്കി അവസാനം കൃഷ്ണനെ വെച്ച് ഫൈനൽ ഔട്ട്പുട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ വിഷു കണി കണ്ടിട്ട് എങ്ങനെ ഉണ്ടെന്ന് കാണിച്ചു തരട്ടെ. അപ്പോൾ ഇതാട്ടോ നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട്. 3 ടൈമിലെ പിക്ചറാണ്. അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ വിഷു കണി? അടിപൊളിയല്ലേ?